എൻ്റെ അമ്മോ, ജയ്പൂര് കത്തുമായിരുന്നു. ഒരുപാട് നിരപരാധികൾ, പാവങ്ങള് മരിക്കുമായിരുന്നു ഇന്നലെ. ഈ സംഘിമണ്ടന്മാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള പൊട്ടന്മാരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നരേന്ദ്രമോദി ദീപം കത്തിക്കാനാണ് പറഞ്ഞത്. അത് എന്തിനാണ് എന്നുള്ളത് പിന്നീട് പറഞ്ഞു തരാം. ആ ദീപം കത്തിക്കാൻ പറഞ്ഞത് ഇവര് ഏറ്റുപിടിച്ചത് പടക്കം പൊട്ടിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് അത് പടക്കമായിരിക്കില്ല, ബോംബായിരിക്കും എന്നുള്ളതാണ്. കാരണം അമ്മാതിരി തീയാണ് ജയ്പൂർ നഗരപ്രദേശത്ത് ആളിക്കത്തിയത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് അധികൃതർ വന്ന് അത് അണച്ചതുകൊണ്ട് ഒരുപാട് പേർ രക്ഷപ്പെട്ടു. പടക്കം പൊട്ടിച്ചതിലൂടെ തീ പിടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടി രക്ഷപ്പെട്ട ആളുകളൊക്കെ ഒരിടത്ത് കൂടിയപ്പോൾ അവിടെ കൊറോണ പടരാനുള്ള സാധ്യതകൾ ഏറെയാണ്. എൻ്റെ പൊന്നു നരേന്ദ്രമോദി, നിങ്ങൾ ഇമ്മാതിരി പ്രഖ്യാപനമൊന്നും ഈ സംഘികളോട് പറയല്ലേ. അവന്മാര് ഈ രാജ്യം തന്നെ കത്തിക്കും. കാരണം അത്രക്കും വിവരദോഷികളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. അത് മാത്രമല്ല, എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ വിമാനത്താവളത്തിന് തൊട്ടരികിലുള്ള, അതായത് സോലാപൂരിൽ നടന്ന സംഭവ വികാസങ്ങളാണ്. സോലാപൂരില് ഇവന്മാര് ചെയ്തത് എന്താണെന്ന് അറിയുമോ? അതായത് ഇവരുടെ കയ്യിലുള്ള ഈ പന്തങ്ങള് നരേന്ദ്രമോദിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവന്മാര് വലിച്ചെറിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ വലിച്ചെറിഞ്ഞ പന്തങ്ങളൊക്കെ താഴെ വീണ് ഒരു കുറ്റിക്കാട്ടിൽ പോയിട്ട് കത്തിയപ്പോൾ, ഈ കത്തിയ സ്ഥലം എന്ന് പറയുന്നത് വിമാനത്താവളത്തിന് തൊട്ടരികിലാണ്. വിമാനത്താവളം അധികൃതരാണെങ്കിൽ ആകെ പേടിച്ചു പോയി. വിമാനത്താവളം തന്നെ കത്തിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ടായി. പെട്ടെന്ന് തന്നെ ആ വിമാനത്താവളം അധികൃതരും അതുപോലെ തന്നെ ആ നാട്ടുകാരും ചേർന്നിട്ട് ആ തീ അണച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഒരുപാട് പേരാണ് രക്ഷപ്പെട്ടു പോയത്. എൻ്റെ ദൈവമേ, ഇവന്മാര് ഇത്രത്തോളം ബുദ്ധിശൂന്യരാണ് എന്ന് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി മനസ്സിലായി. കാരണം ആദ്യം ഈ പാത്രം കൊട്ടൽ പരിപാടി ഉണ്ടല്ലോ, അത് ഏറ്റുപിടിച്ചത് ചിലപ്പോൾ തെറ്റിദ്ധാരണയിലൂടെ ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം കൂട്ടം കൂടേണ്ട എന്ന് കേന്ദ്ര സർക്കാരും എല്ലാ സർക്കാരും ആണയിട്ട് പറയുന്ന സമയത്ത് ഇവന്മാർക്കിനി നരേന്ദ്രമോദി പറഞ്ഞതാണല്ലോ, ചിലപ്പോൾ അനുസരിച്ച് കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ഇനി തെരുവിലിറങ്ങരുത്, ഇതുപോലെ കൂട്ടം കൂടിയിട്ടല്ല പാത്രം കൊട്ടേണ്ടത് എന്ന് നിരവധി തവണ നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവന്മാര് മനസ്സിലാക്കി കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ കൃത്യം ഒരു 9:10 ആകുമ്പോൾ തന്നെ രാജ്യം കത്തുകയാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കത്തുകയാണ്. പലരും ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. സത്യം പറയട്ടെ, ഇതുപോലെയൊരു പൊട്ടന്മാരെ ലോകം കണ്ടിട്ടുണ്ടാകില്ല. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാറ്റിച്ചു എന്ന് വേണം പറയാൻ. ലോകം എന്തായാലും മോദി പ്രഖ്യാപിച്ചതല്ലേ, അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വാർത്തയായ സമയമാണ്. ചില ആളുകൾ ഇന്ത്യയെ ഉറ്റുനോക്കിയിട്ടുണ്ടാകാം എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഇവരൊക്കെ ഉറ്റുനോക്കുന്ന സമയത്ത് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? മൊത്തം തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവരദോഷികളോട് ഒന്നും പറയല്ലേ നരേന്ദ്രമോദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോദിയുടെ സംഘപരിവാർ അജണ്ട എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവന്മാരോട് ദയവ് ചെയ്തിട്ട് ഇനി ഒന്നും പറയല്ലേ. കാരണം നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുണ്ട്. അത് മാത്രമല്ല, ചില ആളുകൾ പന്തം കൊളുത്തിയത് വീട്ടിൽ നിന്നല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവന്മാര് പന്തം കൊളുത്തി ജാഥ തന്നെ സംഘടിപ്പിച്ചു. ഒരു ഉത്സവം തന്നെ. നിരയായി ഗോ കൊറോണ ഗോ കൊറോണ എന്ന് വിളിച്ച് നിരയായി പോകുന്ന, വളരെ അനുസരണയോടുകൂടി മോദിയെ അനുസരിക്കുന്ന ഒരു കൂട്ടം വിഡ്ഢികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയും വരുന്നു, ദേഷ്യവും വരുന്നു. ഇവന്മാർക്കിട്ട് രണ്ട് പൊട്ടിക്കാനും തോന്നുന്നു. ഒന്നും പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനേക്കാൾ വലിയ വിഷമം ഉണ്ടാകുന്നു. കാരണം ഈ ഗോ കൊറോണ പ്രഖ്യാപിച്ച ആ കേന്ദ്രമന്ത്രിക്ക് ഇട്ടിട്ടാണ് ആദ്യം 2 അടി കൊടുക്കേണ്ടത്. കാരണം കേന്ദ്രമന്ത്രി തെരുവിലിറങ്ങി ഗോ കൊറോണ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാ ശരി, കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്, എന്തായാലും നമ്മളും തെരുവിലിറങ്ങിയിട്ട് ഗോ കൊറോണ പറഞ്ഞു കഴിഞ്ഞാൽ മോദി പറഞ്ഞതുപോലെ ദീപം കത്തിച്ച് അത് ദീപമാകണ്ട, എന്തായാലും മോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ്റം ബോംബ് തന്നെ പൊട്ടിച്ചേക്കാം എന്ന് വിചാരിച്ച്, അഥവാ ഒരു തീപ്പന്തം തന്നെ കത്തിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇമാതിരി ഊളകള് തെരുവിലിറങ്ങുമെന്ന് മോദി നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണോ ഇനി അറിയാതെയാണോ എന്നറിയില്ല. ദയവ് ചെയ്തിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വിളിച്ചു പറയുകയാണ്, ഉത്തരേന്ത്യയിൽ ഒരുപാട് മതേതരത്വ വിശ്വാസികളുണ്ട്. ഈ സംഘികൾ മാത്രമല്ലല്ലോ ഒരിടത്ത് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, അവന്മാര് തന്നെ തീ കത്തിയിട്ട് അതിൻ്റെ
ഭവിഷ്യത്തൊക്കെ ഇവന്മാർ തന്നെ അനുഭവിച്ചോളും എന്ന് പറയാം. പക്ഷേ ഇവന്മാർ എല്ലാത്തിൻ്റെയും ഇടയിലാണല്ലോ താമസിക്കുന്നുള്ളത്. അവിടെ ഒരുപാട് മതേതരത്വ വിശ്വാസികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, അങ്ങനെ രാജ്യത്തെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ദോഷമുണ്ടാക്കുന്ന ഒരവസ്ഥയല്ലേ? ദയവ് ചെയ്തിട്ട് ഈ ഊളകളോട്, ഈ സംഘികളോട്, മറ്റുള്ള ജനങ്ങളോടല്ല, ദയവ് ചെയ്തിട്ട് ഇനി ഇമാതിരി കോപ്രായങ്ങൾ വിളിച്ചു പറയല്ലേ. അവന്മാര് ഒന്ന് പറഞ്ഞാൽ 10 ചെയ്യുന്ന ആളുകളാണ്. ഒരാളെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 ആളെ കൊല്ലുന്ന അതേ ശീലം തന്നെയാണ് ഇവന്മാര് ഈ തീ കത്തിക്കൽ പരിപാടിയിലും നടത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.